ബഹുമാനിയായ രാഹുൽ ഗാന്ധിയെ പോലും നിങ്ങൾ തുറങ്ങിലടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനാധിപത്യം അത് അവരുടെ യഥാർത്ഥ BJP-കാരന്റെ മനസ്സാണ് വന്നത്. അവർക്കെതിരെ തിരിഞ്ഞാൽ അവര് തുറങ്കിലടക്കും, കേസിൽ കൊടുക്കും, ED വരും, വെടിവെച്ചു കൊല്ലും. നമ്മളിന്ന് വളരെ വേദനയിലാണ് നിൽക്കുന്നത്. പുൽവാമയിൽ നമ്മുടെ 30 സഹോദരന്മാർ വെടിയേറ്റ് വീണില്ലേ? 4 ചെക്ക് പോസ്റ്റ് അവിടുന്ന് പിൻവലിച്ചു, കാവൽക്കാരെ മുഴുവൻ പിൻവലിച്ചു. BJP ഉത്തരം പറയണതിന് ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. ഞാൻ തെളിയിച്ചു തരാം. നാളെ ഇപ്പം ഫോണിലുണ്ടോന്ന് പരിശോധിക്കാനുള്ള സമയം തരണം. തൃശ്ശൂര് ആരെ ജയിപ്പിച്ചത്? കോൺഗ്രസിന്റെ വോട്ട് എവിടെ? തങ്ങള് വള്ളം ഊതി കൊടുക്കുന്ന ആള് അവിടെ റെയ്ഡ് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച വെള്ളക്കുപ്പായിട്ട് നിലമ്പൂർ കൂടെ പോകാൻ പറ്റില്ല, പിടിച്ച് സ്ഥാനാർത്ഥിയാക്ക് വരെ. അങ്ങനത്തെ ഗതികേടില്ല അവര്. ഒരു വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞത് ആര്യാടനാണ്. ആര്യാടന്റെ മകനാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാനാകും മറ്റാളാകും എന്ന് പറഞ്ഞാൽ കടിപടി കൂടാൻ ഇവിടെ CPM-ന്റെ ഒരു നേതാവും വരില്ല. ആര്യാടം നേതാവ് എന്ന് പറഞ്ഞ കുഞ്ഞാക്കാന്ന് പറഞ്ഞാണ്ട് മന്ത്രിസ്ഥാനം കൊടുത്ത നിങ്ങളല്ലേ? ഞങ്ങളത്തിന് ആര്യാട് ശൗക്കത്തിന് ഇൻക്ലാബ് വിളിക്കുമോ ഇടതുപക്ഷം? ജനാധിപത്യ മുന്നണിയുടെ നയം അംഗീകരിച്ച് ആര്യാടം വന്നാലും ശരി, മകൻ വന്നാലും ശരി, ജോയ് വന്നാലും ശരി, ഈ പാർട്ടി സ്വീകരിക്കും. എൻ്റെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾക്കെതിരെ ശബ്ദിക്കണവരെ ഞങ്ങൾ തുറുങ്കിലടക്കും. അല്ല, ഇപ്പൊ പറഞ്ഞു തുറുങ്കിലടച്ച് ഈ തുറുങ്കൽ ബഹുമാനിയായ രാഹുൽ ഗാന്ധിയെ പോലും നിങ്ങൾ തുറുങ്കിലടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനാധിപത്യം അത് അവരുടെ യഥാർത്ഥ BJP-കാരന്റെ മനസ്സാണ് വന്നത്. അതാണ് ഭീകരവാദമല്ല ഇവിടെ ചർച്ച. ഭീകരവാദമല്ല, രാഷ്ട്രീയമാണ്. നിങ്ങൾക്കെതിരെ ആര് നിൽക്കുന്നുണ്ടോ അവരെ നിങ്ങൾ ED വിട്ടിട്ട് വേറെ നിലയ്ക്ക് കേസ് കുടുക്കിയിട്ട് നിങ്ങൾ പീഡിപ്പിക്കുമെന്ന് BJP പരസ്യമായിട്ട് തന്നെ പറയാണ്. നിങ്ങൾ എന്ത് ഭീകരമായ രീതിയിൽ ഞങ്ങൾ തിരിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഇതിനെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഞങ്ങള് എന്താ പറയാ, BJP-യുടെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ BJP-കാരുടെയും മനസ്സാണ് അദ്ദേഹം തുറന്നത്. അവർക്കെതിരെ ശബ്ദിച്ചാൽ ആദ്യ ആള് പറഞ്ഞു ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നു, ഇപ്പൊ പറഞ്ഞു ശബ്ദിച്ചാൽ കേസിലെടുക്കും, ഇത് ചെയ്യും. റെക്കോർഡാണ്. അപ്പൊ ഇതെന്താ അറിയോ, BJP ഇന്ന് ചെയ്യുന്നത് ഇതാണ്. അവർക്കെതിരെ തിരിഞ്ഞാൽ അവര് തുറുങ്കിലടക്കും, കേസിൽ കൊടുക്കും, ED വരും, വെടിവെച്ചു കൊല്ലും. നമ്മളിന്ന് വളരെ വേദനയിലാണ് നിൽക്കുന്നത്. പുൽവാമയിൽ നമ്മുടെ 30 സഹോദരന്മാർ വെടിയേറ്റ് വീണില്ലേ? 4 ചെക്ക് പോസ്റ്റ് അവിടുന്ന് പിൻവലിച്ചു, കാവൽക്കാരെ മുഴുവൻ പിൻവലിച്ചു. BJP ഉത്തരം പറയണതിന് ആരാ ഭരിക്കുന്നത്? അവിടെ സംസ്ഥാനം ഭരിക്കുന്നവർക്കല്ല ഒന്ന് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കാശ്മീർ. ഒന്ന്. ഇനി രണ്ടാമത്തെ പറഞ്ഞുതരാം. ഈ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം 27ഓളം ആളുകൾ മരിച്ചു. നമ്മൾ ശക്തമായിട്ട് ഭീകര തീവ്രവാദികൾക്കെതിരെ ഏത് സമയത്തും പ്രതിഷേധിക്കുകയും ചെയ്യും. അവരുടെ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നേറുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിന് മുമ്പ് 2021 പുൽവാമയിൽ 48ഓളം സൈനികർ കൊല്ലപ്പെട്ടു. അതിന്റെ കേസുകൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? അത് അന്ന് ലോകസഭാ ഇലക്ഷൻ 2019 ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJP പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പണിയായിരുന്നു. അതിനുവേണ്ടി രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ദേശത്തിന് വേണ്ടി പോരാടുന്ന സൈനികരെ കുരുതി കൊടുത്ത RSS-നും BJP-ക്കും ഇന്ത്യയുടെ അത് പറയാനുള്ള അർഹതയില്ല. ഗുജറാത്ത് കലാപത്തിൽ ഗുജറാത്ത് കലാപങ്ങൾ സാജി പറഞ്ഞല്ലോ, അത് സത്യം പറഞ്ഞല്ലോ അയാള്. ഷാജി പറഞ്ഞല്ലോ ഗുജറാത്ത് ഷാജി പറഞ്ഞില്ല, കുഞ്ഞാപ്പാക്കിയ പറഞ്ഞു. ഷാജി പറഞ്ഞു എന്ന് ഷാജി പറഞ്ഞു BJP സർക്കാർ നരേന്ദ്രമോദിക്കൊന്നും അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ കേട്ടത് ഈ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഒരാളെന്ന് പറയട്ടെ. ഷാജി പറഞ്ഞു ഈ കൂടിയിരിക്കണ ആരും പറയുന്നത് എനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം ഇതൊക്കെ നിങ്ങളെ ആളുകൾ തന്നെയാണ്. ഇവിടെ ഞാൻ
മാത്രമേ ഇതിലുള്ളൂ, ഒറ്റക്കുള്ളൂ. അതുകൊണ്ട് ഷാജി ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ തെളിയിച്ചു തരാം. നാളെ ഇപ്പം ഫോണിലുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയം തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം ഷാജി പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഷാജി എന്താ പറഞ്ഞതെന്നറിയോ? എന്താണ് പറഞ്ഞതെന്നറിയോ? എന്താണ് പറഞ്ഞത് പറഞ്ഞുതരാം. ഗുജറാത്ത് കലാപത്തിൽ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും പങ്കില്ല, RSSന് പങ്കില്ല. അവിടെ പങ്കാരാണ് വ്യവസായികൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഈ പങ്ക് എന്നാ പറഞ്ഞത്. ഈ നെക്സസ് കോൺഗ്രസിന്റെ ഒരു എംപിനെ തൃശ്ശൂർ പറയാൻ പറ്റില്ല. നെക്സസ് ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂര് ആരെ ജയിപ്പിച്ചത്? കോൺഗ്രസിന്റെ വോട്ട് എവിടെ? തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത് പറഞ്ഞിട്ട് മതി. തൃശ്ശൂർ നിങ്ങളെ വോട്ട് എവിടെ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിങ്ങളെ വോട്ട് എവിടെ? നിങ്ങളൊരു എംപിനെ ഉണ്ടാക്കി കൊടുത്തോ? കോൺഗ്രസ് UDF ഒരു എംപിനെ ഉണ്ടാക്കി കൊടുത്തോ തൃശ്ശൂർ? നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 75,000 വോട്ട് മറിച്ച് വിറ്റുകാണ്ടല്ലേ ഒരു തൃശ്ശൂർ എംപിനെ ഉണ്ടാക്കിയത്? ഇപ്പോഴും ഇന്നുള്ള ആ വർത്തമാനത്തിന്റെയും ലക്ഷത്തിന്റെയും കാര്യം നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. ഇവിടെ CPM മാത്രം ഒറ്റക്കാണ്. ഇവിടെ ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഒരു ഭാഗത്ത് ലീഗ്, SDP, BJP, CPM ഒറ്റക്കുള്ളൂ. ഇവിടെ കൂട്ടാക്രമമാണ്. കടന്നാക്രമം എന്തായാലും സംശയം. എന്താ ഇവിടെ ഞങ്ങൾക്ക് ബേജാറില്ല. ഇവിടെ ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. ഇവിടെ പാണക്കാട് തങ്ങളെ വരെ റെഡിയാണെന്ന് പറഞ്ഞ ഷൗക്കത്താണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്. ഒരു വിഷയം ഇവിടെ ഉണ്ട്. വരട്ടെ ആ സ്ഥാനാർത്ഥികളെ. ഇവിടെ മുസ്ലിം സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ളത് നമുക്ക് കാണാം. പാണക്കാട് തങ്ങള് വള്ളം ഊതി കൊടുക്കുന്ന ആള് അവിടെ റെഡി ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച ഷൗക്കത്താണ് ഇവിടെ സ്ഥാനാർത്ഥി വരുന്നത്. ഈ മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെ കാണുന്നുള്ളത് നമുക്ക് പറയാം. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞത് ആര്യാടനാണ്. മകനാണ് സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ളത്. മറുപടി എന്താ ഇതിലെ എന്റെ സ്നേഹിതൻ പറഞ്ഞല്ലോ, ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് ഇവര് തീരുമാനിച്ചോ? തീരുമാനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി UDF അല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ എന്തിനാ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നത്? അങ്ങനെ വ്യക്തിപരമായിട്ട് അപ്പൊ നിലമ്പൂരിന്റെ മുന്നിൽ ഒരു ആശയോ വെക്കാനില്ല. ഇവർക്ക് സ്ഥാനാർത്ഥി യഥാർത്ഥം പറയട്ടെ, ഇവർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല. വെള്ളക്കുപ്പായിട്ട് നിലമ്പൂർ പോകാൻ പറ്റില്ല. പിടിച്ച് സ്ഥാനാർത്ഥിയാക്ക് വരെ. അങ്ങനത്തെ ഗതികേടില്ല അവര്. അങ്ങനെ ഒരു ഗതികേടിൽ നിന്ന് മാറും. ഇവിടെ പാർലമെന്ററി മോഹത്തിൽ അവസാന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാനാകും മറ്റാളാകും എന്ന് പറഞ്ഞാൽ കടിപടി കൂടാൻ ഇവിടെ CPM-ന്റെ ഒരു നേതാവും വരില്ല. CPM പ്രഖ്യാപിക്കും, പാർട്ടി പ്രഖ്യാപിക്കും ഒരു സ്ഥാനാർത്ഥിയെ. അതാണ് ഇവിടെ. അതെ ഒരു മിനിറ്റ് അവസാനിക്കുകയാണ്. ഇല്ലെങ്കിൽ മത്സരിക്കും. ഓക്കെ, ഇനി ചോദ്യവുമില്ല. ഓക്കെ, CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു മിനിറ്റ്. UDF-നെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ പറ്റിയ ഒരുപാട് നേതാക്കന്മാർ എല്ലായിടത്തും ഉണ്ട്. CPM-നകത്താണ് പൊതുസമ്മതരായ ആളുകളില്ല. CPM-നും ഒരുപാട് പേരുകളുണ്ട്. അതൊക്കെ കടന്നു വരട്ടെ. അത് LDF-ഉം അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചത് ഓർമ്മല്ലോ? ഇല്ല, തെരഞ്ഞു നടക്കാ പോണത്. ഓക്കെ, അതിന്റെ ചുമതലയുള്ള ആളുകൾ, എല്ലാ പാർട്ടിയുടെയും ചുമതലയുള്ള ആളുകൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ വരുമെന്നാണ്. അപ്പൊ കാത്തിരിക്കാം നമുക്ക് ആരാവും സ്ഥാനാർത്ഥി. സൗഹൃദപരമായി തുടങ്ങിയ ചർച്ച സൗഹൃദപരമായിട്ട് തന്നെ അവസാനിക്കണം. ഒരു സൗഹൃദത്തിന് ഒരു കമ്മിയില്ല. ഒരു സൗഹൃദം ഞങ്ങൾ ഒറ്റ മിനിറ്റ്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ അവസാനമായിട്ട് പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ. അത് റെക്കോർഡാണല്ലോ. ഇവിടെ മത്സരിക്കാൻ, ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇടതുപക്ഷം തയ്യാറുണ്ടോ? ഇനി ഒരു ഇലക്ഷൻ, ഇനി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇതേ വേദിയിൽ ഇതുപോലെ തന്നെ ഒരു പറയുകയാണെങ്കിൽ ഇനിയും CPM-ന്റെ ആളുകളെ കൂട്ടിക്കൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യും. വലിയ രീതിയിൽ ഇനി നമ്മൾക്ക് ഇത്രയും നേരം നമ്മളൊരു സൗഹൃദ ചർച്ച കണ്ടു നിന്ന ആളുകൾക്ക് ചോദിക്കാനുള്ളത്, അല്ല നമുക്ക് ചോദിച്ചാൽ അതിപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരണസമിതിയോടാണ്.
പിന്നെ കാരണം എന്താ വെച്ചാൽ ചന്തക്കുന്നുമേ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് എത്ര കാലമായി? മറുപടി അതിനൊരു മറുപടി ഈ ഭരണപക്ഷത്തിൻ്റെ കൂട്ടരൊന്ന് പറഞ്ഞാൽ തിരക്കില്ല എന്ന് മറുപടി. പ്രിയപ്പെട്ട സുഹൃത്തെ, പിന്നെ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടത്. ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പ്രവർത്തനവുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോയപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ കടത്തിലായിരുന്നു ഈ ഭരണസമിതി. ആ കടം വീട്ടാതെ ഒരു പുതിയൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നുള്ളത് ഒരു ബാലികേറാമലയായി. ഇപ്പോൾ BOT അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പുനഃസ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാകും, യാതൊരുവിധ ബേജാറും വേണ്ട. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ നിലമ്പൂർ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ളത് ഓക്കെ. അവസാനമായി നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ കാര്യം എന്നല്ല പറയാനുള്ളത്. കുഞ്ഞാപ്പ പറഞ്ഞ് പാണക്കാട് തങ്ങളെ കുറ്റം പറഞ്ഞ സൗഖ്യത്തിനാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇവിടെ പിന്നെ എന്താണ് ആര്യാടം നേതാവ് എന്ന് പറഞ്ഞ കുഞ്ഞാക്കാന്ന് പറഞ്ഞാണ്ട് മന്ത്രിസ്ഥാനം കൊടുത്ത നിങ്ങളല്ലേ? ഞങ്ങളാ ആ ചരിത്രം ആവർത്തിക്കാം. അത് പാർട്ടി CPM ലീഗുകാരെ പറഞ്ഞതിന് വിഷയമല്ലല്ലോ, തങ്ങന്മാരെ പറഞ്ഞതിന് CPM-മാർക്ക് വിഷയമല്ല. ആര്യാടം ആ ഒരു ചരിത്രം കുഞ്ഞാലിനെ കൊന്നത് ഇവിടെ ആവർത്തിക്കപ്പെടാനും സാധ്യതയുണ്ട്. ആ ഒരു ചരിത്രം ഇവിടെ ആവർത്തിക്കോ? ഈ ബൈ ഇലക്ഷനിൽ ആ ചരിത്രം ആവർത്തിക്കോ? ആര്യാടൻ ഷൗക്കത്തിന് ഇൻക്ലാബ് വിളിക്കുമോ ഇടതുപക്ഷം? ആര്യാടൻ ഷൗക്കത്തിന് ഇൻക്ലാബ് വിളിക്കും. ആര്യാടൻ ഷൗക്കത്തിന് ഒരു പക്ഷേ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവര് അൻവറിനെ ജനാധിപത്യ മുന്നണിയുടെ വിളിച്ചിട്ടുണ്ട്. അവർ ഷൗക്കത്തിന് മുർദാബാദ് വിളിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം അംഗീകരിച്ച് ആര്യാടം വന്നാലും ശരി, മകൻ വന്നാലും ശരി, ജോയ് വന്നാലും ശരി, ഈ പാർട്ടി സ്വീകരിക്കും. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഇടതുപക്ഷ മുന്നണിയുടെ നയം അംഗീകരിച്ച് നിങ്ങളടുത്തത് വരാണ്ട് കേട്ട് കുറെ ആൾക്കാർ ഇനി വരുവേ, അത് ഉറപ്പാണ്. ഇനിയും കടന്നു വരുന്ന പറയുന്നത് ഇടതുപക്ഷം. അതെ, ഒരു സംശയം വേണ്ട. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ സൗഹാർദ്ദപരമായിട്ട് കൂടിയിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. ഒരു ചായ കുടിച്ചൊരു വർത്താനം പറയാന്നുള്ളതാണ്. നമ്മളൊക്കെ നാട്ടുകാരാണ്. ഇവിടെ CPM-ന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളോ ലീഗിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളോ കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള നയപരമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുക. അത് പൊളിറ്റിക്കൽ പരമായിട്ട് നയപരമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നയം പറഞ്ഞപ്പോൾ ആളില്ലാന്ന് തോന്നിപ്പോണ്ടെങ്കിൽ സങ്കടകരമാണ്. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നമുക്ക് എല്ലായിടത്തും ഇപ്പൊ ലീഗ് ഇല്ലാത്തടത്ത് പോയി ലീഗ് ഉണ്ടാകണമെന്ന് നടക്കൂല. ഇവിടെ ഈ സമയത്ത് ലീഗ് അല്ല പ്രശ്നം, കോൺഗ്രസ് അല്ല പ്രശ്നം, CPM അല്ല പ്രശ്നം. ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അവിടെ അത് കാണാം എന്ന് മാത്രമാണ് അവസാനമായിട്ട് പറയാനുള്ളത്. അവസാനിക്കുകയാണ്. ഗൾഫ് മീഡിയ 24-ന്റെ ആദ്യ പ്രോഗ്രാമാണ് നാട്ടുവർത്തമാനം. അത് ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ചർച്ച, ആരോഗ്യപരമായിട്ടുള്ളൊരു ചർച്ച കടന്നുപോയിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും മുന്നിലേക്ക് ഇനിയും ഞങ്ങൾ എത്തും. എല്ലാ ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.